പീത്രസ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 13-ാം വാക്യം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ. വിശ്വാസത്തിന്റെ അതേ അളവ്, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുന്നു. വിശ്വാസത്തിന്റെ അതേ അളവ് ഞങ്ങളിലുള്ളത് കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ. ധൈര്യമുണ്ടോ നിന്റെ വീടിനെ നോക്കി വിശ്വാസം പറയാൻ? ധൈര്യമുണ്ടോ നിന്റെ കുഞ്ഞിനെ നോക്കി വിശ്വാസം പറയാൻ? സാഹചര്യം നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. സാറായമ്മച്ചി രാവിലെ ഒരു കയ്യിൽ നെസ്കോഫിയും പിടിച്ച് മറുകൈയിൽ സ്കാനിങ്ങിൻ്റെ ഫിലിമും കൊണ്ടുവരിക. ബ്രഹ്മപ്പച്ചൻ ചോദിച്ചു, എന്നാ പറ്റി സാറാ കൊച്ചേ? മറുപടി, സ്തോത്രം, വലത്ത് കയ്യിൽ കോഫി, ഇടത്തെ കയ്യിൽ എന്തുവാ? ഫിലിം. അബ്രഹാം പറഞ്ഞ നീ എൻ്റെ വിശ്വാസം പറയും, അതൊന്ന് വലിച്ചു കീറിയ ആകാശത്ത് നോക്ക്, നക്ഷത്രം പോലെ നിന്റെ ഉദരത്തിനകത്ത് വിടുതൽ നടക്കാൻ പോവാ. എന്താ സാറാ നിന്റെ കരിക്കുന്ന ഫിലിം? എൻ്റെ ഗർഭപാത്രം നിർജീവത്വമായി. അത് കാര്യമാക്കേണ്ട, മോളിലോട്ട് നോക്ക്, നക്ഷത്രം പോലെ പിള്ളേരെ തരാം. സാഹചര്യങ്ങൾക്കെതിരെ സംസാരിക്കാമോ? രോഗത്തിനെതിരെ സംസാരിക്കാമോ? കടബാധ്യതയ്ക്കെതിരെ സംസാരിക്കാമോ? എന്ന് പറഞ്ഞാൽ 5 പൈസ കയ്യില്ലാത്തപ്പോൾ എന്തോ സംസാരിക്കണം? 5 പൈസ കയ്യില്ലാത്തപ്പം കാശ് ഏത് ബാങ്കിൽ ഇടുമെന്നുള്ള കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഉണ്ടെന്നില്ലല്ലോ. കാശ് ഏത് ബാങ്കിൽ? എല്ലാ ബാങ്കിലും വിളിച്ച് FDയുടെ ഇൻട്രസ്റ്റ് ചോദിച്ചു. ഒരിടത്ത് പറഞ്ഞു 7.3, മറ്റടുത്ത് പറഞ്ഞു 6.9, വേറെ അടുത്ത് പറഞ്ഞു 7.8. സ്തോത്രം, എവിടെ ഇടണമെന്നുള്ള കൺഫ്യൂഷനിലായി. ഇപ്പം കാശില്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. പക്ഷേ വിശ്വാസം പറയണം. മിണ്ടുന്നില്ല. ദൈവത്തിന് സ്തോത്രം. കാലുവേദനയായിട്ടിരിക്കുക, എഴുന്നേക്കാൻ വയ്യാതെ. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ യോഗം കഴിഞ്ഞപ്പം സ്തോത്രം ഒരു ഫാമിലി ഇവിടെ വന്നെന്ന് പറഞ്ഞു. സ്തോത്രം, സണ്ണി പാസ്റ്റർ എന്നോട് പറഞ്ഞു, 12 മണിക്കൂറത്തെ പ്രാർത്ഥനയ്ക്ക് നടുവിൽ ശുശ്രൂഷകന്മാർ പറഞ്ഞു, നിന്റെ അസ്ഥിയെ കെട്ടിയ ബന്ധനം അഴിഞ്ഞെന്ന്. അത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വീട്ടിലിരുന്ന് തളർന്നു കിടന്ന സ്ത്രീ ചാടി എഴുന്നേറ്റു. ഞാൻ പ്രസംഗത്തിൻ്റെ ശക്തി, വിശ്വാസത്തിൻ്റെ ശക്തി പറയുക. നീ ഒന്ന് വിശ്വസിക്കാൻ തുടങ്ങ്. വിശ്വസിക്കാത്ത കാലത്തോളം നീ മാർത്തയെ പോലെ അവിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്കരുത്. നാട് മുഴുവൻ നടക്കരുത്, നീ ലജ്ജിച്ചു പോവും. എന്നാൽ വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്ക്, ഭയങ്കര കാര്യങ്ങൾ നടക്കാൻ പോവുക. നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ? മനസ്സിൽ തോന്നുന്നുണ്ടോ? വിശ്വാസം പറഞ്ഞാൽ വിജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ബൈബിളിൽ കർത്താവ് പഠിപ്പിച്ചൊരു ചില കാര്യങ്ങളുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ 4 തലങ്ങൾ പറയാം. ഇപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളെന്ന് പറഞ്ഞു വെച്ചാൽ ഞാൻ പ്രസംഗം നിർത്താം. ദൈവത്തിന് സ്തോത്രം. ചിലർക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത അവസ്ഥ. എന്തുവാ? ഒട്ടും. അതെങ്ങനെ അറിയുന്നത്? പനി നോക്കാനുള്ള ദൈവത്തിന് സ്തോത്രം മിഷനുണ്ട്, അതേ നോക്കിയാൽ പനി അറിയാം. BP നോക്കുന്ന മിഷനുണ്ട്, അതേ നോക്കിയാൽ BP അറിയാം. വിശ്വാസം ഉണ്ടോ ഇല്ലയോ നോക്കുന്നത് എങ്ങനെയാ? അങ്ങനെ മിഷനുണ്ടോ? ഉണ്ട്, ബൈബിളിലുണ്ട്. നിങ്ങൾ പഠിക്കാത്ത എൻ്റെ കുഴപ്പമല്ല. ഞാൻ ബൈബിളിലോട്ട് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാം. മർക്കോസിൻ്റെ സുവിശേഷം എടുത്തേ, 4-ാം അധ്യായം 40-ാം വാക്യം. ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പോൾ പറഞ്ഞോണം. സ്തോത്രം. മർക്കോസ് 4:40. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അപ്പൊ ഭീരു ആണെങ്കിൽ എന്തോ ഇല്ല. ഭീരുത്വം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഇപ്പോഴും എന്തില്ല? വല്ലതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടല്ലോ, ഓർത്തോണം. വെറുതെ നീ കൈയടിക്കുന്നത്, ഒരു കാര്യവുമില്ല. സാഹചര്യം ഞാൻ വിവരിക്കുന്നില്ല. മുകളിലത്തെ വാക്യത്തിലുണ്ട്, കർത്താവും ശിഷ്യന്മാരും എല്ലാം കൂടെ എന്തോ ചെയ്യുക? ഒരു പടക യാത്ര ചെയ്യുക. യാത്ര ചെയ്യുമ്പം കർത്താവ് അതിൻ്റെ ദൈവത്തിന് സ്തോത്രം അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുമായിരുന്നു. അവൻ അമരത്ത് തലയിണ വെച്ച് ഉറങ്ങുമായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അപ്പം കർത്താവ് ഉള്ള പടക് നശിക്കുമെന്ന യുവമാരുടെ വിശ്വാസം. മിണ്ടുന്നില്ല. പറയുമ്പോൾ വലിയ വർത്തമാനമൊക്കെ പറയും. ഞങ്ങൾ കർത്താവിൻ്റെ ആരാന്നറിയാം, മണവാട്ടി സഭയാ, നമ്മൾ കർത്താവിൻ്റെ ആരാന്നറിയാമോ? കർത്താവ് നമ്മുടെ വലത്ത് ഭാഗത്തിരിക്കുക, ഒരു കാറ്റടിച്ചാൽ മതി, നിന്റെ എല്ലാ ഇടപാടും തീരും. ഈ സ്ത്രീ നോക്കി, യേശുക്രിസ്തു 5 അപ്പമൊക്കെ എടുത്ത് ഉയർത്തിപ്പിടിച്ചപ്പം സ്തോത്രം 5000 പുരുഷന്മാരുണ്ടെന്നാ ബൈബിള്. 5000 പുരുഷൻ, 5000 സ്ത്രീകളുമുണ്ട്. 5000 സ്ത്രീകൾ. പിള്ളേരെത്ര? പണ്ടൊക്കെ പിള്ളേർ 12, 10 അല്ലേ? ഇപ്പം നാം 2, നമുക്ക് 2. മിണ്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. 2 വെച്ച് കൂട്ടിയാൽ 20,000 പിള്ളേർ, 10,000 പിള്ളേർ.
ആമി 5000 പുരുഷന്മാർ, 5000 സ്ത്രീ, എത്ര? 20,000. 10 വെച്ച് കൂട്ടിയാലോ? നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ? നിനക്ക് പറയാൻ ധൈര്യമുണ്ടോ? അവനെ ഒന്ന് സ്പർശിച്ചാൽ വിശ്വാസം പറഞ്ഞുകൊണ്ട് നടക്ക്. വിശ്വാസം. യെസ്.